ഫലം എഴുതിയിരിക്കുന്ന ഇവിടെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ എന്നെ വിളിക്കുന്ന ഈ ഒരു കോളേജിലെ വിദ്യാർത്ഥികളെ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു കേരള യുവജന കമ്മീഷൻ്റെ ഒരു യുവ പ്രതിഭ അവാർഡിലേക്ക് എന്നെ തിരഞ്ഞെടുത്തതും അത് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് സാധിച്ചതും ആദ്യമായിട്ട് ഈ ഒരു വലിയ അംഗീകാരം തന്ന എല്ലാ സംഘാടകർക്കും നന്ദി പറയാണ്. ഇവിടെ ഒരുപാട് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എനിക്ക് മയക്ക് പിടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിന് കഴിവേന് എനിക്ക് കുറെ സംസാരിക്കാൻ പാടില്ല. അപ്പം കുറച്ച് കാര്യം മാത്രം നിൽക്കാൻ പറ്റുമോ? അപ്പം എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ എനിക്ക് കിട്ടിയ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ അംഗീകാരങ്ങളും ചേർത്ത് കൊടുക്കലുമാണ് എൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നാളെ ഞാൻ ഒരുപാട് ഇടങ്ങളിലേക്ക് വാക്കുമ്പോൾ നാളത്തെ എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ നാളെ ഞാൻ പറയും ഇന്ന് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഈ ഒരു അംഗീകാരവും അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ചേർത്ത് പിടിക്കലാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയും. എന്തായാലും ഞങ്ങളെ ഇപ്രാവശ്യമാണ് യുവ പ്രതിഭ അവാർഡ് തുടങ്ങിയതെന്ന് അറിയാൻ സാധിച്ചു. ഇത് പറഞ്ഞ ഒരു ഡിഫറൻറ്റ് ലെവലിലായിട്ടുള്ള പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അവർക്ക് മറ്റുള്ളവരുടെ സഹതാപം ഒരിക്കലും ഒരു ഡിഫറൻറ്റ് ലെവലിലായിട്ടുള്ള പേഴ്സൺ ആഗ്രഹിക്കാറില്ല. എല്ലാ ഡിഫറൻറ്റ് ലെവലിലായിട്ടുള്ള പേഴ്സണും ആഗ്രഹിക്കുന്നത് അവർ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കലാണ്. അവർ ചേർത്ത് പിടിക്കൽ മാത്രം മതി നാളെ ഞങ്ങൾക്ക് ഒരുപാട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എന്നെപ്പോലെ എന്നെക്കാട്ടിലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കളിക്കുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പം അവരെയും കൂടി ലോകത്തിൻ്റെ ഒറ്റകാലിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ ഈ ഒരു കമ്മീഷന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നില്ല. എവിടെ പോയാലും അവരെ ചെറിയൊരു സന്ദേശം കൊടുത്തിട്ടാണ് ഞാൻ പോകാറുള്ളത്. പിന്നെ സന്ദേശം എന്നോട് കുഴപ്പമൊന്നോ? എല്ലാവരും എൻ്റെ കൂടെ പറയോ? ഞാൻ എല്ലാവരും ഒന്ന് നെഞ്ചിൽ കൈവെക്കാൻ പറ്റുമോ? നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. നല്ല കേരളീയൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല കുട്ടികൾ, നല്ല മാതാപിതാക്കൾ, നല്ല അധ്യാപകർ, നല്ല പൗരൻ. നല്ല വാക്കാണെങ്കിൽ ചിന്തയുണ്ടാകാൻ നമ്മൾ നല്ല വാക്ക് പറയുന്നത്. അങ്ങനെ വാക്ക് പറയുമ്പോഴാണ് നമുക്ക് നല്ല പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നത്. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിഷയങ്ങളിലൊക്കെ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി പറയാൻ പറ്റുമോ? ഐ ആം ദ ബെസ്റ്റ്. ഞാൻ നല്ലവനാണ്. ഇനി അടുത്തതാക്കൊന്ന് ക്ഷയിക്കാണ്ട് വെക്കാൻ പറ്റുമോ? You are the best. എല്ലാവർക്കും കൈ ചേർത്ത് പിടിച്ച് പൊന്തിക്കാൻ പറ്റുമോ? ഒക്കെ കാണിക്കാനൊന്നും അറിയില്ല. ഒന്നാ കഴിയില്ല. അതുകൊണ്ട് ഒന്നിച്ചോ. We are the best. നമ്മളെല്ലാവരും നല്ലവരാണ്. കാര്യം പറയുന്നത് ഈ ലോകത്തേക്ക് പകച്ചോക്കുള്ള ഓരോ മനുഷ്യരും ജീവജാലങ്ങളും വ്യത്യസ്തമാണ്. ആർക്കും ആരെപ്പോലെ ആവാൻ പറ്റുമോ? നിങ്ങൾ വിചാരിച്ച എന്നെ പോലെ ആവാൻ പറ്റുമോ? ഇല്ല. പക്ഷേ എല്ലാവർക്കും ആകാൻ പറ്റുന്നൊരു കാര്യം പറയുന്നത് നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ നല്ലൊരു മനുഷ്യനായാൽ നമുക്ക് കുട്ടികളൊക്കെ. അപ്പോൾ കൂടുതലും സംസാരിക്കില്ല. എനിക്ക് മയക്ക് വെച്ചത് എല്ലാ സാധനം നല്ലൊരു കഴിവ് വെക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് എനിക്ക് കൈയില്ലാത്തതിൻ്റെ പേരിൽ കൈ ഉള്ളവൻ്റെ വില എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അദ്ദേഹത്തിന് കൈ വേദനിച്ചിട്ടുണ്ടാവും. അപ്പം എന്തായാലും അദ്ദേഹത്തിന് കൈ വേദനിച്ചിട്ടും
ഒക്കെ മയക്ക് പിടിക്കാൻ കാണിച്ച ആ ഒരു വലിയ മനസ്സാണ് എൻ്റെ വലിയൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഇനിയും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സ്വിമ്മിങ്ങിലാണ്. സ്വിമ്മിങ്ങിൽ ഈ അടുത്ത മാസം പാരീസിൽ വെച്ച് നടത്താനിട്ടുള്ള ഇന്റർനാഷണൽ പാരാ സ്വിമ്മിങ്ങിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന പ്രതീക്ഷ അത് കിട്ടിയാലാണ് എനിക്ക് വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ അതിലൊക്കെ എത്തി പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു.